ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം ഇൻഡസ്ട്രി ഏകദേശം ഒരു 40 വർഷം മുമ്പ് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മലയാളം ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ സിനിമയിൽ ഒരു 3D വിസ്മയം കൊണ്ടുവന്നൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3D. ആ പടം എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. ഏകദേശം 40 വർഷമൊക്കെ ആയിട്ട് ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ആ പടം ഞാൻ തിയേറ്ററിൽ കാണാൻ എനിക്ക് മിസ് ചെയ്തിട്ടുള്ള പടമാണ്. പക്ഷെ ഞാനത് ടി വിയിൽ കണ്ടിട്ടുണ്ട്. ടി വിയിൽ കാണുന്ന സമയത്ത് നമ്മളതൊരു അത്ഭുതമായിട്ടാണ് കണ്ടിരുന്നത്. അത് ഭയങ്കര എന്താ പറയുക, സംസാര വിഷയം പിടിച്ചു ഒരു പടമായിരുന്നു. ലോക സിനിമയിൽ ഇന്ത്യൻ സിനിമയിലൊക്കെ പടം ഭയങ്കര രീതിയിൽ അഭിപ്രായം വന്നിരുന്നു. അല്ലെ കുട്ടിച്ചാത്തിലെ കുട്ടികളും അതിലുള്ള ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മോളിൽ കൂടെ നടക്കുന്ന സീനൊക്കെ നമ്മൾ എക്സൈറ്റ്മെന്റോട് ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്ന ഒരു ഫിലിമായിരുന്നു മഴയിൽ കുട്ടിച്ചാത്തൻ 3D മൂവി മലയാളത്തിൽ വന്നിട്ട് ഇത്ര ശക്തമായിട്ട് കളിക്കുന്ന ഒരു സമയം. അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 40 വർഷം മുമ്പ് അന്നത്തെ രാഷ്ട്രപതിയൊക്കെ ഈ പടം കാണാൻ ആഗ്രഹം പ്രകടിച്ച് ആള് കേരളത്തിൽ വരികയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ന്യൂസ് എവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ആ ഫിലിം ശ്രദ്ധിക്കപ്പെട്ടൊരു മൂവി ആയിരുന്നു. ഏകദേശം 40 വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ അതിനുശേഷം വേറെ 3D മൂവീസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ള പല പടങ്ങളിൽ നമ്മൾ 3D മൂവീസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ഹിന്ദിയിൽ വന്ന ഫൈറ്റർ മൂവി വരെ 3D ആയിരുന്നു. അത് നമുക്ക് വേറെ എക്സ്പീരിയൻസ് ആണ് തന്നത്. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടെന്നായിരിക്കും. അപ്പോൾ 3D മൂവി മലയാളത്തിൽ വരുന്ന സമയത്ത് അത് ലോക സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ 3D മൂവീസ് അപ്പോൾ അതിന് തുടക്കം കുറിക്കുന്ന നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. 45 വർഷമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ലാലേട്ടൻ ഫിലിം സംവിധാനം ചെയ്യുന്ന ഒരു 3D മൂവിയാണ്. ഓൾമോസ്റ്റ് അമേരിക്ക, പോർച്ചുഗീസ്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടേഴ്സിൽ അഭിനയിക്കുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള കഥയാണ്. ഒരു നിധി കാക്കുന്ന ഭൂതം, അതാണ് സബ്ജക്റ്റ്. രണ്ട് ഇതിൽ വരുന്നുണ്ട്, രൂപത്തിൽ ലാലേട്ടൻ വരുന്നുണ്ട്. ഈ പടം ഏകദേശം ഓൾ പാൻ ഇന്ത്യ റിലീസാണ്, വേൾഡ് വൈഡ് റിലീസാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർച്ചിലാണ് പടം ഉള്ളത്. ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മൂവിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. എന്നാലും 3D എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് വെച്ചിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ആ പടം കാണുക. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോവരുത്. പ്രത്യേകിച്ച് അതിൽ ഫൈറ്റ് മാസം ഒന്നും പ്രതീക്ഷിച്ച് പോവരുത്. ലാലേട്ട മൂവിയാണ്. പിന്നെ അത് വെച്ചിട്ട് പലരും റിവ്യൂ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള സംഭവം. ആ ഒരു ഇൻഡസ്ട്രിയിൽ തുടക്കം സംവിധാനത്തിലൂടെ തന്നെ 3D മൂവി നമ്മുടെ ലാലേട്ട കുറിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനുശേഷം വരുന്ന 2 ഫിലിമും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അജയൻ്റെ 2ാം ഭാഗം, ടൊവിനോ തോമസ്, ജിതിൻ തോന്നുന്നു സംവിധാനം, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അവിടെ സംവിധാനം ചെയ്യുന്ന പടമാണ്. 3 ക്യാരക്ടർ ടൊവിനോ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രെയിലറാണ് എന്തോ പുറത്ത് വിട്ടിരുന്നത്. കണ്ടപ്പോൾ തന്നെ തരിച്ചുണ്ട്. ഫൈറ്റും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ മേക്കിംഗ് ആണ്. നമുക്കറിയാം ടൊവിനോൻ്റെ പാൻ ഇന്ത്യ മൂവി OTTയിൽ ഇറങ്ങിയിട്ട് നല്ല ശക്തമായി കളിച്ച് ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയ മൂവിയാണ്. ജിതിൻലാൽ സംവിധാനം ചെയ്തൊരു മൂവിയുണ്ട്. അറിയാത്തവർ ഒന്ന് ചിന്തിച്ചു നോക്കും. സൂപ്പർ മാൻ പോലെ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ടൊവിനോ. അപ്പം അതിൻ്റെ ഒരു സംവിധായകൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് അപാരമാണ്. അജയൻ്റെ 2ാം ഭാഗത്തിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. എല്ലാ മേഖലയിലും കൊഴുതെളിയിച്ച ആളുകളാണ് വന്നിട്ടുള്ളത്. ആ പടം 3Dയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു സന്തോഷം, വളരെ സന്തോഷമുണ്ട്. 2 പാർട്ട് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അത് ഏകദേശം ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർഷം എന്തായാലും പ്രതീക്ഷിക്കാം. ഷൂട്ടിംഗ് ഏകദേശം ഫൈനൽ സ്റ്റേജിലുള്ളത്. നമുക്ക് നോക്കാം. അതുപോലെ അടുത്തൊരു പടം, അത് നമ്മുടെ ജയസൂര്യയുടെ പടമാണ് കത്തനാർ. കൊച്ചിയിലും പിന്നെ വേറൊരു കൺട്രിയിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഒരു വലിയൊരു ബഡ്ജറ്റിലാണ് വരുന്ന പടം. 2 ഇതായിട്ട് ഒരുപാട് ന്യൂ ടെക്നോളജി പല രാജ്യങ്ങളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഈ പടം. ഒരു ഹോളിവുഡ് ജംഗിൾ ബുക്കൊക്കെ ഇല്ലേ, അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു സ്വന്തത്തിലാണ് മേക്ക് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുള്ളത്. ഒരു ഹോളിവുഡിലൊക്കെ പല പ്രമുഖ ടെക്നീഷ്യൻസ്മാരും അതുപോലെ തന്നെ ടെക്നിക്കൽ ടീമൊക്കെയാണ് ഇവിടെ പടത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് മേക്കിംഗ്. വലിയൊരു എക്സ്പീരിമെൻ്റൽ മൂവി തന്നെയാണ്. കത്തനാരെ കുറിച്ച് അറിയാം. നമ്മൾ സീരിയലിൽ അതുപോലെ തന്നെ നാടകം കണ്ടിട്ട് ഞെട്ടി വിറച്ചുള്ളതാണ്. അപ്പോൾ അത് ബിഗ് സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ജയസൂര്യ അറിയാം, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. ആൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ വിജയിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് ജയസൂര്യ. അപ്പോൾ അത് എൻ്റെ അറിവിൽ 2-1.5 വർഷമൊക്കെ ആയിട്ട് വേറെ ഫിലിമിന് പോലും കമ്മിറ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇതിൽ ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആൾ ഫുള്ളായിട്ട് പിന്നാലെ തന്നെയാണ്. അപ്പം അത്രയും വലിയ അനുഷ്ക ഷെട്ടിയാണ് ഇതിൻ്റെ
നായിക വരുന്നത്. പിന്നെ ഒരുപാട് നായികമാരുണ്ട് അന്യ സിനിമയിൽ. നല്ല ഒരുപാട് പേര് ഈ ഇതിൽ വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഡയറക്ടർ. അപ്പൊ ഈ പടം എന്തായാലും ഒരു വലിയ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകും. ഇനി യാതൊരു സംശയം വേണ്ട. ഇതൊരു വേറെ ലെവൽ മൂവി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ടോവിനോന്റെ അജയന്റെ 2ാം ഭാഗം മിന്നൽ മുരളിക്ക് ശേഷം ജിതിൻ സംവിധാനം ചെയ്ത പടമാണ് കത്തനാർ ബാരോസ്. 3 3D പടം വരുന്നതോട് നമ്മുടെ ഇൻഡസ്ട്രി വേറെ ലെവലിൽ ഗ്രോച്ച് ഇപ്പൊ തന്നെ സംഭവമായിട്ട് മാറി. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി ഫിലിംസ് വരുന്നു, ക്വാളിറ്റി മേക്കിംഗ് വരുന്നു, പുതിയ പുതിയ ആളുകൾ വരുന്നു, സംവിധായകർ, ഡയറക്ടേഴ്സ്, ടെക്നിക്കൽ ടീംസ്, ആർട്ടിസ്റ്റുകൾ, എല്ലാ മേഖലയിലും ആർട്സ്, ഡബിങ്, മ്യൂസിക്, ഇങ്ങനെ എല്ലാ മേഖലയിലും കടന്നു വരുന്ന പോലെ തന്നെ നല്ല പെർഫോമേഴ്സ്. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഒരു 3D എക്സ്പീരിയൻസ് വേണ്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.